ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുന്ന കണ്ടീഷനുകളെ പറ്റിയാണ്. ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്ന ഈ അവസ്ഥയെ നമ്മൾ ത്രോംബോസൈറ്റോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എസെൻഷ്യൽ ത്രോംബോസൈറ്റീമിയ എന്ന കണ്ടീഷനാണ്. ഇത് പ്രധാനമായിട്ടും ഒരു ജനറ്റിക് കണ്ടീഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്ന ആൾക്കാരിൽ ബോൺ മാരോയിൽ കൂടുതലായിട്ട് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുകയും അങ്ങനെ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് അനീമിയാണ്. അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, ഹീമോലൈറ്റിക് അനീമിയ തുടങ്ങിയ കണ്ടീഷനുകളിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്നു. മൂന്നാമത്തേത് ക്യാൻസർ. നാലാമത്തേത് ഇൻഫെക്ഷൻസ്, അതായത് ശരീരത്തിന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്നു. അഞ്ചാമത്തേത് ഇൻഫ്ലമേറ്ററി കണ്ടീഷനുകളിൽ, അതായത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, സന്ധിവാതം, സാർക്കോയിഡോസിസ് പോലെയുള്ള കണ്ടീഷനുകളിൽ, ഇൻഫ്ലമേഷൻ ഓഫ് ബൗവൽ, നമ്മുടെ വയറിനൊക്കെ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകുന്ന കേസിൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്നു. ആറാമത്തേത് ഇഞ്ചുറി, അതായത് നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ട്, അകത്തും പുറത്തൊക്കെ എന്തെങ്കിലും മുറിവുണ്ടായി ധാരാളം ബ്ലഡ് പോകുന്ന അവസ്ഥ, ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന കേസിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്നു. ഏഴാമത്തേത് കിഡ്നി ഫെയിലിയർ, കിഡ്നിക്ക് എന്തെങ്കിലും സീരിയസ് ആയ ഇഷ്യൂസ് ഉള്ള ആൾക്കാരിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്നു. എട്ടാമത്തേത് മെഡിക്കേഷൻസ്, എന്തെങ്കിലും സ്ഥിരമായിട്ട് മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഒമ്പതാമത്തേത് സർജറി, നമ്മുടെ അബ്ഡോമിനൽ, പ്രധാനമായിട്ടും നമ്മുടെ വയറിനൊക്കെ എന്തെങ്കിലും സർജറി ഒക്കെ കഴിയുന്ന കേസിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവിൽ വ്യതിയാനം ഉണ്ടാകുന്നു. പത്താമത്തേത് റിമൂവൽ ഓഫ് സ്പ്ലീന്, ചില ആൾക്കാരിൽ സ്പ്ലീന് റിമൂവ് ചെയ്യാറുണ്ട്, ഇത്തരം ആൾക്കാരിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്നു. 11ാമത്തേത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 അളവ് കുറയുന്നതും ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടാൻ കാരണമാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടാൻ കാരണമായ കണ്ടീഷനുകൾ.